Hello guys, നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ സോണിയുടെ 6 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ വന്ന സോണി a7S3യുടെ ഫൂട്ടേജ് ആണ് നിങ്ങൾ കണ്ടത്. സോണി 7S3 നമുക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായി. അങ്ങനെ നമ്മുടെ ഒരു ഷൂട്ട് ചെയ്ത് നമുക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. Cinematography ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സോണി നമുക്ക് തന്നിരിക്കുന്ന ഒരു ബെസ്റ്റ് വൺ ക്യാമറയാണ് സോണി a7S3 എന്ന് പറഞ്ഞ ഈ മോഡൽ. ഇത് നമ്മൾ നല്ലപോലെ IS ഓപ്പൺ ചെയ്ത് തന്നെ എടുത്തതാണ്. നമ്മൾ അങ്ങനെ എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നോയ്സ് റിഡക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ IS ഇത്ര ഓപ്പൺ ചെയ്തെടുത്തത്. പക്ഷേങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് എഡിറ്റിംഗ് ടേബിൾ വന്നപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടുകയാണ് ചെയ്തത്. കാരണം ഇതിനകത്തിൽ നോയ്സ് റിഡക്ഷൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. ഈ ക്ലിപ്പുകളൊന്നും ഇപ്പോൾ നോയ്സ് റിഡക്ഷൻ ചെയ്യാത്ത ക്ലിപ്പുകളാണ് നിങ്ങൾ കാണുന്നത്. ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് 4Kയിൽ ഫ്രെയിം റേറ്റ് കൂടുതലില്ല എന്നുള്ളത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറകളിൽ ഫ്രെയിം റേറ്റ് കൂടുതലുണ്ടായിരുന്നില്ലാത്തൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതിനകത്തിൽ 4Kയിൽ 120 ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്ലിപ്പ് 4K 120 ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഫുൾ HD ആണെങ്കിൽ 240 ഫ്രെയിം റേറ്റിൽ അത്രയ്ക്ക്, അതായത് സൂപ്പർ സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഈ ക്ലിപ്പ് 240ൽ ഫുൾ HD ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളാണ്. പിന്നെയുള്ളത് 5 ആക്സിസ് തന്നെയാണ് ബോഡി സ്റ്റെബിലൈസേഷൻ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ആക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് ഹെൽഡ് ഷൂട്ട് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ കണ്ട ക്ലിപ്പൊക്കെ നമ്മൾ ഹാൻഡ് ഹെൽഡായിട്ട് ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളാണ്. നമ്മളൊരു ഗിംബൽ ഉപയോഗിച്ച് യൂസ് ചെയ്യുന്ന അതേ ഫീല് തന്നെ കിട്ടുന്ന രീതിയിലാണ് ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ ഉള്ളത്. ഈ ക്ലിപ്പൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഹാൻഡ് ഹെൽഡായിട്ട് ഷൂട്ട് ചെയ്ത ക്ലിപ്പുകളാണ്. ഇത് ശരിക്കും ഒരു ഗിംബലോ ട്രോളിയൊക്കെ ഉപയോഗിച്ച് ചെയ്തേക്കുന്ന അതേ ഫീലാണ് ക്യാമറയുടെ. വളരെ സ്മൂത്തായാണ്, സ്റ്റെബിലൈസേഷൻ പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ്, നമുക്ക് ഗിംബലൊക്കെ വയ്ക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ LCD ഫ്ലിപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ആ ഓപ്ഷൻ പറയുന്നത് നമുക്ക് പുതിയ ക്യാമറയിൽ LCD നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന LCD ആണ്. അപ്പോൾ നമുക്ക് ഗിംബലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് ആ ഒരു ഓപ്ഷൻ. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം, സോണിയുടെ കളർ സയൻസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ക്ലിപ്പ് ശരിക്കും നോർമൽ ലോഗ് ഫയലാണ്. ലോഗ് ഫയലിനെ കളർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസമാണ്. നമുക്ക് 10 ബിറ്റിലാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റെക്കോർഡിങ് വരുന്നത്. അഡീഷണൽ ആയിട്ടുള്ള ഡിവൈസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 60 ബിറ്റിൽ വരെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. +15 തന്നെയാണ് ഡൈനാമിക് റേഞ്ച് ഉള്ളത്. ഈ ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പുറത്തത്തെ ലൈറ്റും അകത്തത്തെ ലൈറ്റും തമ്മിലുള്ള ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളത് ഈ ഫോക്കസാണ്. ഈ ഫോക്കസ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് വർക്കാവുന്നത്. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട്. വളരെ ഫോക്കസിങ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ക്യാമറയിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവൽ ഫോക്കസിലാണ് കിടക്കുന്നതെങ്കിലും നമുക്ക് ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഉള്ളത് ഇതിനകത്തിൽ ഓഡിയോയുടെ അപ്ഡേഷനാണ് വന്നേക്കുന്നത്. 4 ചാനലാണ് ഇപ്പോഴത്തെ പുതിയ ഓഡിയോയിൽ വന്നിരിക്കുന്നത്. 24 ബിറ്റ് റെക്കോർഡിംഗ് ആണ്. പിന്നെ ഉള്ളത് മെനു ആണ്. അപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന പോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ മെനു കിടക്കുന്നത്. നമുക്ക് ഇതിനകത്തിൽ ഓരോന്നിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ മെനുവിലേക്ക് പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. സോണിയുടെ പുതിയ മെനുവിൽ ചേഞ്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് 2 ടൈപ്പ് കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റും. UHS SD യും പിന്നെ നമ്മുടെ CF കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്ന 2 പോർട്ടുകളുണ്ട്.
HDMI കണക്ടറാണ്. HDMI കണക്ടർ നമ്മൾ കാണുന്ന പോലെ നേരത്തെ ഉണ്ടായിരുന്നതെല്ലാം ചെറിയ മിനി HDMI അല്ലെങ്കിൽ മൈക്രോ HDMI ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സാധാരണ HDMI കേബിൾ തന്നെ ആയിട്ടുണ്ട്. അത് ഒരു വളരെ നല്ല ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ കുറേ റിവ്യൂസൊക്കെ നോക്കിയപ്പോഴും 1 ഹവറോളം ക്യാമറ റെക്കോർഡ് വെച്ചിരുന്നിട്ട് ഒരു ചെറിയ ഹീറ്റിംഗ് പ്രോബ്ലം പോലും കാണിക്കാതിരുന്ന റിവ്യൂസാണ്. അപ്പോൾ അത് ഹീറ്റിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഗ്രിപ്പാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്കൊരു പിടിക്കാൻ ഭയങ്കര കംഫർട്ടായിട്ടുണ്ട് ഈ ഗ്രിപ്പ്. നമുക്കിങ്ങനെ ഹാൻഡ് ഹെൽഡ് ഷോട്ടൊക്കെ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഈസി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ഹെൽഡ് ഷൂട്ടൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്ന ഒരു രീതിയിലുള്ള ഗ്രിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രിയേറ്റീവായിട്ടൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു ബെസ്റ്റ് ക്യാമറ ഓപ്ഷനാണ് സോണി a7S III എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.